നാളെയാണ് പുണ്യപ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശി. വിവിധ ആചാര ചടങ്ങുകളോടെ ഏകാദശി ആഘോഷിക്കുന്നതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. ലക്ഷക്കണക്കിന് ഭക്തരാണ് ഏകാദശിയോടനുബന്ധിച്ച് ക്ഷേത്രത്തിലേക്ക് ഒഴുകുന്നത്. അപ്പോൾ നമുക്ക് തത്സമയ വിവരങ്ങൾ നോക്കണം. ആനന്ദ് പുത്തൂർ ചേരുന്നുണ്ട്. ആനന്ദ്, ഈ ഭക്തരുടെ ഒഴുക്ക് ഇങ്ങനെ വല്ലാതെ തുടരുന്ന ഒരു ദിവസമാണ്. അപ്പോൾ എങ്ങനെയാണ് ക്രമീകരണങ്ങൾ എന്നുള്ളത് ആദ്യം പറയൂ. കാരണം ഒരുപക്ഷേ തലേ ദിവസം തന്നെ അവിടെ ആളുകൾ വന്ന് തമ്പടിക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ ഇതിനു മുൻപുള്ള സമയത്തൊക്കെ കണ്ടിട്ടുണ്ട്. അത് വലിയൊരു ആചാര പെരുമയുടെ കാര്യം കൂടിയാണ്. എന്താണ് വിവരങ്ങൾ? വീണ, എന്തായാലും ഈ ഗുരുവായൂരപ്പൻ്റെ നടയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നാളെയാണ് വിശ്വപ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശി. ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഗുരുവായൂരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് നാളെ. നാളെയാണ് ഇവിടുത്തെ പ്രതിഷ്ഠാദിന ചടങ്ങുകളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പൂജകളും ഉണ്ട്. മാത്രമല്ല, അർജുനന് കൃഷ്ണൻ ഗീതോപദേശം നൽകിയത് നാളെയാണ്. അതായത് നാളെ ആ ദിവസമാണ്. ആ ദിവസം തന്നെയാണ് ഗുരുവായൂർ ഏകാദശിയായി ആചരിക്കുന്നത്. എന്തായാലും നമ്മൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്ന പോലെ തന്നെ വളരെ വലിയ തിരക്ക് തന്നെയാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. അഭൂതപൂർവമായ ഒരു തിരക്ക് തന്നെയാണ് ക്ഷേത്രം സാക്ഷിയാവുന്നത്. മാത്രമല്ല, പ്രത്യേകിച്ച് ഈ ശബരിമല സീസൺ ആയതുകൊണ്ട് തന്നെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നടക്കമുള്ള ആളുകളുടെ ഒരു ഒഴുക്ക് ക്ഷേത്രത്തിലേക്ക് എത്തുന്നുണ്ട്. നാളെ വളരെ വലിയ ക്രമീകരണങ്ങൾ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. ഇന്നത്തെ കാര്യങ്ങൾ നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ, ക്ഷേത്രത്തിനകത്ത് ചുറ്റുവിളക്കുണ്ട്. ദേവസ്വം വകയാണ് ചുറ്റുവിളക്ക്. അന്നദാനം സാധാരണ പോലെ തന്നെ ഉണ്ടായിരിക്കും. മാത്രമല്ല, ഈ ഗുരുവായൂർ കേശവന്റെ അനുസ്മരണം ഇന്ന് നടക്കും. 9 മണിയോട് കൂടി തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചടങ്ങുകൾ ആരംഭിക്കും. 5 ആനകളോട് കൂടി ഗജഘോഷയാത്ര ആരംഭിച്ചുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് അത് 9 മണിക്ക് എത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്കറിയാൻ വേണ്ടി സാധിക്കുന്നത്. എന്തായാലും ഈ പൊതുവെ നാളത്തെ ഏകാദശി ദിനത്തിൽ അഭൂതപൂർവമായിട്ടുള്ള ഈ ഭക്തജനത്തിനൊക്കെ പ്രതീക്ഷിക്കുന്നതിൽ തന്നെ ഈ പൊതുവരി നിന്ന്, അതായത് ജനറൽ ക്യൂ നിന്നുകൊണ്ട് ഗുരുവായൂരപ്പനെ കൊണ്ട് തൊഴാനെത്തുന്ന ഭക്തർക്കായിരിക്കും ദർശനത്തിന് പ്രഥമ പരിഗണന നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. നാളെ രാവിലെ 6 മണി മുതൽ തന്നെ ഉച്ചതിരിഞ്ഞ് 2 മണി വരെ പൊതുവെ VIP അല്ലെങ്കിൽ സ്പെഷ്യൽ ദർശനം അനുവദിക്കാനുള്ള സാധ്യതയില്ല. മാത്രമല്ല, പ്രദക്ഷിണം, അടിപ്രദക്ഷിണം, ശയനപ്രദക്ഷിണം, ചോറൂണ് കഴിഞ്ഞ കുട്ടികൾക്കുള്ള പ്രത്യേക ദർശനവും നാളെ ഉണ്ടാവില്ല എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. അതുപോലെ തന്നെ പ്രാദേശികം, അതുപോലെ തന്നെ സീനിയർ സിറ്റിസൺ എന്നീ ക്യൂകൾ രാവിലെ 5 മണിക്ക് തന്നെ അവസാനിപ്പിക്കും. ഈ നെയ്വിളക്ക് വഴിപാടുകാർക്കുള്ള ദർശന സൗകര്യം എന്തായാലും ഉണ്ടാകും. ഇന്ന് ഡിസംബർ 10 പുലർച്ചെ നിർമ്മാല്യത്തോട് തുടങ്ങുന്ന ദർശന സൗകര്യം ഈ ഡിസംബർ 12 രാവിലെ 8 മണി വരെ തുടരും. ഈ പതിവ് പൂജകൾക്ക് മാത്രമാണ് ക്ഷേത്രത്തിന്റെ നട അടയ്ക്കുക. ഈ ദ്വാദശി ദിനം രാവിലെ ക്ഷേത്ര നട അടച്ചതിനു ശേഷം വിവാഹം, ചോറൂണ്, തുലാഭാരം, വാഹനപൂജ എന്നിവ ഉണ്ടായിരിക്കില്ല എന്ന് തന്നെയാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. മാത്രമല്ല, ഈ ഏകാദശമായ നാളെ ഉച്ചയ്ക്ക് 2 മുതൽ സുവർണ മുദ്രയ്ക്കായുള്ള ഈ ഏകാദശി അക്ഷരോത്സവവും ക്ഷേത്രത്തിന് നടക്കും. ഈ ദേവസ്വം കാര്യാലയത്തിൽ കുറൂരമ്മ ഹാളിലാണ് മത്സരം. 18 വയസ്സ് പൂർത്തിയായവർക്കൊക്കെ ആ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. എന്തായാലും നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ ഓരോ നിമിഷം കഴിയും തോറും ക്ഷേത്രത്തിലേക്കുള്ള തിരക്ക് വർദ്ധിച്ചു വരുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അല്പസമയത്തകം തന്നെ ഗുരുവായൂരി ഭക്തരെ കൊണ്ട് നിറയുന്ന ഒരു സാഹചര്യവും ഇവിടെ ഉണ്ടായിരിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം തന്നെയാണ് നാളെ. കണ്ണന്റെ പ്രതിഷ്ഠാദിനമാണ്. അർജുനന് ഗീതോപദേശം നൽകിയ ദിവസമാണ്. അപ്പോൾ എന്തായാലും ഇനി ആ ഏകാദശിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് ഗുരുവായൂരപ്പന്റെ എല്ലാ ഭക്തരും. വീണ, ശരി. എന്തായാലും ദിനം മുഴുവൻ ഇന്ന് വൈകുന്നേരം ഒരുപക്ഷെ ഗുരുവായൂർ ഏകാദശി ദിനത്തിലെ സ്ഥിരമായി ദർശനം തേടുന്നവർ ഇന്നൊരൽപ്പം നിരാശയിലായിരിക്കും. കാര്യം പതിവുള്ള ഉദയാസ്തമന പൂജ നാളെ ഉണ്ടാവില്ല. അത് നടക്കണമെങ്കിൽ ഇന്ന് വൈകുന്നേരം, ഇന്ന് സന്ധ്യയോടെ അരി അളക്കണമായിരുന്നു. അതുണ്ടാവുന്ന ഒരു ലക്ഷണവും കാണുന്നില്ല. കാര്യം ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നില്ല എന്ന് ഹൈക്കോടതി തീരുമാനിച്ചിരിക്കുകയാണ്. തന്ത്രി എവിടെ നിന്നോ ദേവഹിതം പറഞ്ഞു എന്നുള്ളതാണ് ഭക്തരുടെ ആക്ഷേപം. അത് ചെയ്യേണ്ട രീതിയിൽ ചെയ്തിരുന്നില്ല. മറ്റൊന്ന്, ദൈവപ്രശ്നം നടന്നിരുന്നില്ല. എന്തായാലും തന്ത്രിയുടെ അഭിപ്രായം കൂടി തേടിയ ശേഷമാണ് ഭക്തജനത്തിനൊക്കെ പരിഗണിച്ച് ഈ ഒരു വൃശ്ചികത്തിൽ ഈ ഗുരുവായൂർ ഏകാദശി ദിനത്തിൽ നടക്കേണ്ട ഉദയാസ്തമന പൂജ തുലാത്തിലേക്ക് കൊണ്ടുപോയത് ദേവസ്വം ബോർഡ്. ആ ദേവസ്വം ബോർഡ് തീരുമാനത്തിനൊപ്പം തന്ത്രിയിൽ നിന്നും ഇതിനെതിരെ തന്ത്രി കുടുംബാംഗങ്ങളും ഭക്തരും ഹൈന്ദവ സംഘടനകളും ഒക്കെ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ഇതിൽ ഇടപെടേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് ഹൈക്കോടതി എത്തിയിരിക്കുന്നത്. എന്തായാലും ഭക്തജന തിരക്കിന് ഒരു കുറവുമില്ല. ഉദയാസ്തമന പൂജ നടന്നാലും ഇല്ലെങ്കിലും ദേവസ്വം ബോർഡിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തു തന്നെയായിരുന്നാലും, അവരുടെ മനസ്സിലിരിപ്പ് എന്തു തന്നെയായാലും ഭക്തർ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു ഗുരുവായൂരിലേക്ക്. തുടർന്ന് ഇന്നും നാളെയുമെല്ലാം തത്സമയം ഗുരുവായൂരിൽ നിന്നുള്ള വിശേഷങ്ങളും തത്സമയ സംപ്രേഷണവും ജനം TV തുടർച്ചയായി നൽകുന്നതാണ്.